ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ 39 വയസ്സുകാരനെ 45 വർഷം കഠിന തടവിനും പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. വടപുറം കമ്പനിക്കുന്ന് സ്വദേശി ചേനക്കൽ നിഷാദ് എന്ന കുഞ്ഞുവിനെയാണ് നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി KP ജോയ് ശിക്ഷിച്ചത്. 2019 ഡിസംബർ 11-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 8 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ സ്ഥിരമായി സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും പ്രതിയുടെ ഓട്ടോറിക്ഷയിലാണ്. സംഭവ ദിവസം മറ്റു കുട്ടികളെ സ്കൂളിൽ നിന്ന് വീടുകളിൽ ഇറക്കിയ ശേഷം പ്രതി പെൺകുട്ടിയെ വീട്ടിലെത്തിക്കാതെ ദൂരെയുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് ഓട്ടോറിക്ഷ നിർത്തി ഗുരുതരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു. വിവിധ വകുപ്പുകളിലായി 45 വർഷം കഠിന തടവിനും പിഴയടയ്ക്കുന്നതിനുമാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുന്നതാണ്. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന നിലവിൽ മലപ്പുറം വനിതാ സെൽ പോലീസ് ഇൻസ്പെക്ടറായ റസിയ ബംഗാളത്ത്, നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന KM ബിജു എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തിയത്. നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സുനിൽ പുളിക്കലാണ് കേസന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി. പ്രോസിക്യൂഷനു വേണ്ടി 23 സാക്ഷികളെ വിസ്തരിച്ചു. 30 രേഖകൾ ഹാജരാക്കി. പ്രോസിക്യൂഷൻ ലൈസൺ വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PC ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു. പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. BCA, PSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DSAT, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.